കോട്ടയം പുതുപ്പള്ളിയിലും നിരവധി വീടുകളിൽ വെള്ളം കയറി. പുതുപ്പള്ളി തോട് കരകവിഞ്ഞതോടെയാണ് വീടുകളിലേക്ക് വെള്ളം ഇരച്ചെത്തിയത്. നിരവധി പേരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അഖിൽ കെ സ്ഥലത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. അഖിൽ, എത്രത്തോളം വീടുകളെ ബാധിച്ചിട്ടുണ്ട്? ഈ വെള്ളം കയറുന്ന സാഹചര്യം എവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട്? പുതുപ്പള്ളിയിൽ വലിയ തോതിൽ തന്നെ വെള്ളം കയറിയിട്ടുണ്ട് എന്നുള്ളതാണ്. പുതുപ്പള്ളി തോട് കരകവിഞ്ഞതോടുകൂടി തന്നെയാണ് വീടുകളിലേക്കും ജനവാസ മേഖലയിലും ഒക്കെ തന്നെ വെള്ളം ഇരച്ചെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നുള്ളതാണ്. ഈ പ്രദേശത്തൊക്കെ നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാൻ സാധിക്കും. വീടിന്റെ പകുതിയോളം ഒക്കെ മുങ്ങിപ്പോയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇവിടെ നിരവധി പേര് ഇതിനോടകം തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കും ഒക്കെ മാറ്റിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇവിടുത്തെ ജനപ്രതിനിധികളടക്കം ചേരുന്നുണ്ട്. നമുക്ക് ഏകദേശം ഇവിടുന്ന് എത്ര പേര് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്? മിക്കവാറും വെള്ളം കയറിയ പ്രദേശത്തെയൊക്കെ ഇന്നലെ ഒക്കെ ആയിട്ട് മാറ്റിയിട്ടുണ്ട്. വലിയ തോതിൽ വെള്ളം കയറിയിട്ടുണ്ടല്ലേ? കഴിഞ്ഞ കഴിഞ്ഞ വർഷങ്ങളിലൊന്നും ഇത്രത്തോളം വെള്ളം കയറിയിരുന്നില്ല. കഴിഞ്ഞ വർഷത്തെക്കാലമൊക്കെ വെള്ളം കൂടുതലുണ്ട്. ഒറ്റ രാത്രിയിലെ മഴയിലല്ലേ ഇപ്പം ഇത്രയും വെള്ളം കയറി? അതെ, ഒരു രാത്രിയിലെ മഴയിലാണ് ഇത്രയും മേഘസ്ഫോടനം പോലുള്ളൊരു മഴയാണ്. 2018 അപേക്ഷിച്ച് 1.5 അടി വെള്ളത്തിൻ്റെ കുറവ് മാത്രമേ ഉള്ളൂ. പ്രളയ സമാനമായ വെള്ളപ്പൊക്കം തന്നെയാണ്. അതന്നെയാണ്. അതായത് മാധു, ഇവിടെ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. അതായത് വീടുകളിലുള്ളിലേക്കൊക്കെ തന്നെ വലിയ തോതിൽ വെള്ളം കയറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് തോട് കരകവിഞ്ഞതാണ് എന്നാണ്. പക്ഷേ നമുക്ക് ഒരുപക്ഷെ രഞ്ജിത്ത് കളത്തിപ്പടിയാണ് നമ്മുടെ ക്യാമറമാൻ. അദ്ദേഹം ഒന്ന് വലത്തേക്ക് നീക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈ കാണുന്നതിൽ ഏതാണ് തോട് എന്നൊരു പക്ഷേ കറക്റ്റ് പറയാൻ സാധിക്കുന്നുണ്ടാവില്ല. ഇപ്പോൾ ഈ കാണുന്നതൊക്കെ പാടമാണ്. ഇതിനപ്പുറത്തേക്ക് 2 തെങ്ങുകൾ കാണുന്നതിന് അതിനിടയിലൂടെയാണ് ഈ തോട് കടന്നു പോകുന്നത്. ഇതിൽ ഏതാണ് തോട് ഏതാണ് പാടം എന്നൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ വലിയ തോതിൽ തന്നെ പൂർണ്ണമായും ഈ തോടും പാടവും ഒക്കെ ഒന്നായി മാറി എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇതിനുള്ളിലേക്ക് നിരവധി വീടുകളുണ്ട്. വീടുകളിലേക്കൊക്കെ തന്നെ വെള്ളം കയറിയിരിക്കുകയാണ്. വീട്ടുകാരൊക്കെ വെള്ളത്തിന് മുകളിലേക്ക് വീടിനുള്ളിലേക്ക് കയറി നിൽക്കുകയാണ്. അവിടെ ഏറ്റവും അവിടെ ഉറ്റത്തൊരു വീട് ഏകദേശം ഒറ്റപ്പെട്ടതുപോലെ ഉണ്ട് എന്നുള്ളതാണ്. അവർ ഇവിടെ വിട്ടു വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അവിടുത്തെ ചേച്ചി ഇവിടെ ഉണ്ട്. ചേച്ചി ഇപ്പൊ അവിടെ ആറ്റത്തെ വീട്ടിൽ നിന്നല്ലേ ഇപ്പൊ അങ്ങോട്ട് നടന്നു വരുന്ന കണ്ടു. പകുതിയോളം വെള്ളം ഉണ്ടായിരുന്നു. ഇപ്പൊ എങ്ങോട്ട് പോവാണ്? മാറുവാണ് ഇവിടെ. ഇപ്പം ചേട്ടൻ്റെ വീടുണ്ട്. അതായത് ഞങ്ങളുടെ തറവാട്ടിലേക്ക് ഞങ്ങൾ ഇന്നലെ ഉച്ച കഴിഞ്ഞപ്പോൾ തന്നെ താമസം മാറിയായിരുന്നു. പകുതിയോളം വെള്ളം കയറി. അതെ, മുട്ടിന് മേളിൽ വെള്ളമുണ്ട് വീടിനകത്ത് ഉണ്ട്. മുറ്റത്ത് അരയ്ക്ക് മീതെ വെള്ളമുണ്ട്, ഉള്ളില് മുട്ടിന് മീതെയുണ്ട്. പ്രതീക്ഷിച്ചിരുന്നു ഇങ്ങനെ വെള്ളം വരുന്നു? എല്ലാ വർഷവും ഇങ്ങനെ നമുക്ക് വരുമ്പം നമുക്ക് ആൾക്കാരൊക്കെ നമ്മളെ വിളിച്ച് വേഗം കരയ്ക്ക് കയറിക്കോളാനൊക്കെ പറഞ്ഞ് നമുക്ക് അറിയിപ്പ് തരുന്നുണ്ട്. പിന്നെ വാർത്തകളൊക്കെ കാണുമല്ലോ. അപ്പം നമ്മളൊരു മുൻകരുതൽ എടുത്തുകൊണ്ട് തന്നെയാണ് വർഷങ്ങളായിട്ട് നമ്മളിപ്പോൾ ഇവിടെ താമസിക്കുന്നത്. പെട്ടെന്നാണ് വെള്ളം വന്നതോ? ഇന്നലെ പെട്ടെന്നാണ് വന്നത്. ഇന്നലെ രാവിലെ 7 മണിയായപ്പം വീട്ടിൽ വെള്ളം കയറാൻ തുടങ്ങി. 10 മണിയായപ്പോഴത്തേന് മൊത്തം 2-2.5 മണിക്കൂർ കൊണ്ട് മൊത്തം നിറഞ്ഞു. അത് തന്നെയാണ്. അതായത് നമ്മൾ ഇന്നലെ മുതൽ തന്നെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പറയുന്ന കാര്യങ്ങളാണ്. അതായത് എല്ലായിടത്തും വളരെ പെട്ടെന്ന് വെള്ളം കയറി എത്തുന്നു എന്നുള്ളതിനാണ്. ഇന്നലെ ഇരാറ്റുപേട്ടയിലൊക്കെ ആർക്കും ഒന്നും പ്രതീക്ഷിക്കാൻ, അതായത് വെള്ളം വരുന്നു എന്നും പറയുമ്പോഴേക്കും വെള്ളം ഉള്ളിലേക്ക് കയറി പോകുന്ന സ്ഥിതിയാണ്. അത് തന്നെയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും നിരവധി കുടുംബങ്ങളെ ഇതിനോടകം തന്നെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. വളർത്തുമൃഗങ്ങളൊക്കെ ഉണ്ട്. അവരെയൊക്കെ കുറച്ചുകൂടി സുരക്ഷിതമായ ഉയരങ്ങളിലേക്കൊക്കെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ഏതായാലും വെള്ളം അതല്ലെങ്കിൽ മഴ ഇന്നലെ പെയ്ത പെയ്ത്ത അത് വലിയ ദുരിതം തന്നെയാണ് എന്തായാലും കോട്ടയം ജില്ലയുടെ പല ഭാഗങ്ങളിലേക്കും വിതച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അപ്പർ കുട്ടനാട് മേഖല, അതായത് പടിഞ്ഞാറൻ മേഖലയിലൊക്കെ തന്നെ ഈ മുകളിലെ കിഴക്കൻ മേഖലയിൽ പെയ്ത വെള്ളം ഒഴുകിയെത്തി തുടങ്ങിയതോടെ തന്നെ അവിടെയൊക്കെ വീടുകളിൽ വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ കിഴക്കൻ മേഖലയും പടിഞ്ഞാറൻ മേഖലയും അല്ല, അതിന് മധ്യത്തിൽ കിടക്കുന്ന സ്ഥലങ്ങളാണ്. അവിടെയും ഈ മഴ പെയ്തത്, അതായത് മഴയുടെ ശക്തി, അത്രത്തോളം മഴ പെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെയും വലിയ തോതിൽ തന്നെ വെള്ളം വീടുകളിലേക്കൊക്കെ തോടുകളും ഒക്കെ കരകവിഞ്ഞുകൊണ്ട്, അതായത് ഒരു വിധപ്പെട്ട തോടുകളും പുഴകളും എല്ലാം കരകവിഞ്ഞ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും അതെല്ലാം കരകവിഞ്ഞ് വീടുകളിലേക്ക് വെള്ളം കയറിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോഴും ജലനിരപ്പ് കൂടുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും മഴ മാറിയിട്ടുണ്ട്. അപ്പോൾ വെള്ളം കുറയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് എന്തായാലും എല്ലാ ആളുകളൊക്കെ ഉള്ളത്. മാധു. ഓക്കെ, അഖിൽ കെ ആണ് വിവരങ്ങൾ നൽകിയിരിക്കുന്നത്. വീടുകളിലേക്കടക്കം വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. 2018 സമാനമായ സാഹചര്യമാണ്. 1.5 അടി വെള്ളത്തിന്റെ കുറവ് മാത്രമാണ് ഉണ്ടാകുന്നത്. പ്രളയ സമാനമായ സാഹചര്യം തന്നെയാണ് എന്ന് വിലയിരുത്തുകയാണ്. ഓരോ വർഷവും ഇങ്ങനെ മാറി താമസിക്കേണ്ടി വരുന്നു എന്നതുകൂടി പറയുകയാണ് അവർ.